ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണത്? ടെറസ് കിച്ചണിൽ കുറേ നാൾ കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടാക്കി കാണിക്കണമെന്ന്. ഈ ഐറ്റം ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഐറ്റം എന്താണെന്നല്ലേ? റവ ദോശ. റവ ദോശ എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമാണ്. സാധാരണ എല്ലാ ദോശകളിൽ നിന്നും വ്യത്യാസമാണ്. റവ ദോശ അതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാല് പോലെ അത്രയും തിന്നായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഒഴുക്കി നമ്മളിങ്ങനെ പരത്തിയല്ല ചെയ്യുന്നത്, ഇങ്ങനെ എടുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വല പോലെ ഇങ്ങനെ നെറ്റ് പോലെയൊക്കെ അങ്ങനെ വീഴുന്നത്, നിറച്ച് ഓട്ടകളും ഹോൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് കിട്ടിയാൽ നല്ലത്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മൈദമാവ്, കുറച്ച് അരിപ്പൊടി, കുറച്ച് റവ, 3 കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത്. അരിയാനുള്ള കാര്യങ്ങൾ റെഡി. അപ്പോൾ അരിഞ്ഞു കൊടുക്കാം. അരിയൽസ്, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, സവാള വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, അതും ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിച്ച് ചെറുതായിട്ട് നുറുക്കിയിടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിക്സിയിലിട്ട് ഒരടി അടിച്ചു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പൗഡർ ഫോമിൽ ഇച്ചിരി പക്ഷേ ചെറിയ പീസസ് ആയിട്ടും കിട്ടി. അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ മതി കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ ആദ്യം സവാളയും കുറച്ച് മതി, ഒരു 1/4 കപ്പ് ചെറുതായി അരിഞ്ഞത് മതി. വളരെ ഫൈനായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ കുറച്ച് ഇഞ്ചിയും വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അരിയൽസ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ചെറിയ 2 പച്ചമുളക് അരിഞ്ഞെടുക്കുക. എല്ലാം വളരെ ഫൈനായിട്ട് ചെയ്താൽ അത്രയും നല്ലത്. സവാള ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷണലാണ്. ഇനി നമുക്ക് മാവൊന്ന് കലക്കാം. ആദ്യം നമ്മൾ റവ, ഇത് ബോംബെ റവ, ഒരു 1/2 കപ്പ്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി. ഇത് പാക്കറ്റിൽ കിട്ടുന്ന മതി, കുഴപ്പമില്ല. പച്ച അരിപ്പൊടി തന്നെ വേണമെന്നില്ല. നമ്മൾ റൈസ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ അരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് അതെടുക്കുക. പിന്നെ ഇത് 1/4 കപ്പ് മൈദ മാവ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഇനി ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കേണ്ടത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കോളൂ, വളരെ കൂടുതലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത്രയും വേണം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു വിസ്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ദോശയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി മതിയാകും. ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചാൽ ദോശ ബാറ്ററാകും. പക്ഷേ ഇത് റവ ദോശയാണ്, അപ്പോൾ വ്യത്യാസമുണ്ട്. 2ാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഇതും പോരാ, ഇതിനെക്കാട്ടിലും ലൂസാകണം. ഇനി നമ്മളൊരു 3ാമത്തെ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് എന്തായി കൺസിസ്റ്റൻസി? വെള്ളം ചേർത്ത പാല് പോലെയായി. നല്ല കൊഴുത്ത പാലല്ല, കൊഴുപ്പില്ലാത്ത പാൽ. അപ്പോൾ 3 മുതൽ 3.5 കപ്പ് വെള്ളം വരെ ആകാം. അതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഇതിലേക്കാണ് നമ്മൾ ഇഞ്ചി ഒരു 2 ടീസ്പൂൺ ഫൈൻലി ചോപ്ഡ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 ചെറുതായി അരിഞ്ഞത്, പിന്നെ ഈ സവാള ഒരു 1/4 കപ്പോളം സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് വേണ്ടെങ്കിൽ ചേർക്കണ്ട, ഇത് ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം 1 ടീസ്പൂൺ. ഇനി ഉപ്പ് ഇതുവരെ ചേർത്തില്ലല്ലോ, അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം എല്ലാ കാര്യങ്ങളുമായി. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല ലൂസായി പാല് പോലെയുള്ള കൺസിസ്റ്റൻസി. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റ് പാകമാവണം. 1/2 കപ്പ് വാട്ടർ. ഇത് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ലൂസ് ഈ ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്, ഏറ്റവും ലൂസായിട്ടുള്ള ടെക്സ്ചറിൽ ഇങ്ങനെ കലക്കിയെടുക്കുക എന്നുള്ളത്. ഉപ്പൊക്കെ നോക്കാം, പോരാന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സംഗതികൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും ലൂസായിട്ടാണ് നമ്മൾ. പിന്നെ ഇത് റവയാണല്ലോ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ റവ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്നോറും ഇങ്ങനെ കുതിർന്നുകൊണ്ടിരിക്കില്ലേ. ഇത്രയും ലൂസാണെങ്കിലും അതൊരു പ്രശ്നവുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ചേർക്കണ്ടേ ലാസ്റ്റ്, ഇതും ഓപ്ഷണലാണ്, അണ്ടിപ്പരിപ്പ്. അതും കൂടി ഇടാം. ഒരു 25 ഗ്രാമോളം എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് അത്രേ ഉള്ളൂ, ഫൈൻലി ചോപ്ഡ്.
ഞാനത് മിക്സിയിൽ വെച്ച് ഒരു 2 അടി അടിച്ചു, അത്രേ ഉള്ളൂ. അത്രയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ അതാണ് എളുപ്പം. ഓക്കേ, കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിക്കട്ടെ. ഇനി നമ്മൾ കോരി ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തവിയിലല്ല, കപ്പ്. ഓക്കെ, കപ്പോ ഗ്ലാസ്സോ ഏതെങ്കിലും എടുക്കുക. ഇതിലൊരു ഏകദേശം ഒരു 3/4 കപ്പോളം മാവെടുത്തിട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ് എന്താ വെബ് പോലെ, എന്താ പറയുക, ചിലന്തി വല പോലെ ആയിരിക്കും ഇത്. അപ്പോൾ ഇച്ചിരി എണ്ണ തടവാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ദോശക്കല്ല് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു ചമ്മന്തി അരച്ചാലോ. ഒരു വെള്ള ചമ്മന്തി, വൈറ്റ്. തേങ്ങ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. അതിൻ്റെ കൂടെ പച്ചമുളക് 2 എണ്ണം, ഒരു ചെറിയ പീസ് ഇഞ്ചി, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം. വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ വലിപ്പം ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണം മതിയാകും. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു ഇത്ര എടുക്കുന്നു, ഒരു 3-4. ഇനി ഇച്ചിരി ഉപ്പ്, ഒരല്പം പുളി. പുളി എന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടി മതി, ഒരുപാട് വേണമെന്നില്ല. പക്ഷേ ഈ ദോശയ്ക്ക് പുളിയൊന്നും ഉള്ളതല്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി പുളി എന്തായാലും വേണം. അപ്പോൾ ഒരു എത്ര പറയാം, ഇതിൻ്റെ പകുതി. ഓക്കെ, ഇതൊരു ചെറിയ നെല്ലിക്ക എന്ന് പറയാം, അതിൻ്റെ പകുതി എടുക്കാം. ഓക്കെ, അത്ര മതി. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ കല്ലിൻ്റെ ചൂട് നോക്ക്, ആയി വരുന്നു, കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ ദോശ കോരി ഒഴിച്ചിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഓക്കെ, നമുക്ക് ഒഴിക്കാം. ആണ് നമ്മുടെ ദോശ. ഇനി ഇതിലേക്ക് നമ്മൾ ധാരാളമായിട്ട് നെയ്യ് ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക, സൈഡ്സിലും ഉള്ളിലും ഒക്കെ. അപ്പോൾ നല്ലതായിട്ട് മൊരിഞ്ഞ് റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മൊരിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ചമ്മന്തി അരയ്ക്കാം. ഓക്കെ, ചമ്മന്തി അരയ്ക്കാനൊക്കെ എത്ര സമയം വേണം? ഫാസ്റ്റ്, എല്ലാം എടുത്ത് വെച്ചതല്ലേ. കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് മൊരിയാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ, നല്ലതായിട്ട് മൊരിയട്ടെ, നല്ല ക്രിസ്പി ആകണം. അതെ, ചമ്മന്തി റെഡി. ഇത്ര അരഞ്ഞാൽ മതി. ഇത് ഉപ്പും പുളിയും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയാൽ ഓക്കെയാണ്. പിന്നെ കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്, അതും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒറ്റ ചെറുതായിട്ടൊന്ന് അടിച്ചേക്കാം. കറിവേപ്പില ആദ്യത്തെ റൗണ്ട് ചേർക്കാൻ മറന്നുപോയതാണ്. കറിവേപ്പിലയും വന്നിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, ഇത് നോക്കിയാൽ സൈഡിൽ നിന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ നെയ് റോസ്റ്റൊക്കെ ചെയ്യണ പോലെ ഇങ്ങനെ മടക്കിയിട്ട് നോക്കി നല്ല കരിക്കരിപ്പായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. 2ആയിട്ടോ 4ആയിട്ടോ മടക്കാൻ പറ്റും. അല്പം വെള്ളം ഒഴിക്കാം. അതിൻ്റെ ഒരു ചൂട് ക്രമീകരണം. ഇപ്പം നമ്മുടെ ദോശ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചിടേണ്ട ആവശ്യം വരില്ല. കൂടുതലും വളരെ തിന്നായിട്ട് നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് തോന്നും കട്ടി കൂടിപ്പോയോ എന്ന് ചില ഭാഗങ്ങളിൽ തോന്നും. പക്ഷേ ഒട്ടും പേടിക്കണ്ട, അത് കട്ടി കൂടുതലൊന്നും അല്ല. അതെങ്ങനെയാണോ നമ്മൾ ഒഴിക്കുന്നത് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തിന്നായി വരും. ഓക്കെ, അപ്പോൾ അടുത്ത ദോശയും കൂടി ഒഴിക്കും. ഇത് പിന്നെ ചൂടായിട്ട് കഴിക്കണം. അപ്പോൾ ഒരാൾ ചുട്ടുകൊണ്ടിരിക്കുക, കഴിക്കാനുള്ള ആൾക്കാർ ചുറ്റും ഉണ്ടാകുക, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അല്ലാണ്ട് ചുട്ട് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ദോശയല്ല ഇത്. നമ്മുടെ ഗീ റോസ്റ്റൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം മാവെടുക്കുമ്പോഴും ഇങ്ങനെ ഇളക്കി എടുക്കണം. കാര്യം ഇത് താഴെ വന്ന് അടിഞ്ഞിരിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്, മാവും റവയും എല്ലാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സൈഡ്സ് വിട്ടു പോവുകയാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. എല്ലാത്തിനുള്ളൊരു സ്വാതന്ത്ര്യമുള്ളൊരു ദോശയാണിത്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഇത് അപ്പോൾ തീ കുറച്ചിട്ട് ഒഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് തീ കൂട്ടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ച് തുടങ്ങാം. നെയ്യ് പ്രത്യേകിച്ച് സൈഡ്സ് ചുറ്റുമുള്ള ഭാഗത്തും വളരെ കാര്യമായിട്ട് എൻഡിൽ കൊടുക്കണം.
നെയ്യ് ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചാലും മതി. നെയ്യും നല്ലത് തന്നെയാണ് ഹെൽത്ത് വൈസ് ഓയിലിനെ കാട്ടി. പക്ഷേ നല്ലെണ്ണ ജിഞ്ചിലി ഓയിൽ എള്ളെണ്ണയാണ്, അത് ഭയങ്കര നല്ലതാണ് ഹെൽത്തിന്. അതുകൊണ്ട് നെയ്ക്ക് പകരം നല്ലെണ്ണയിലും ചെയ്യാം. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയാണ്. നല്ല ക്രിസ്പി. രണ്ടാമത്തെ ദോശയും കൂടി വരട്ടെ. കഴിക്കേണ്ട രീതി ഇതാ ഇത്രേ ഉള്ളൂ. ചമ്മന്തി ആൻഡ് ഹോട്ട് ദോശ. ഇത് നോക്കിയേ, എൻ്റെ ക്യൂട്ടായിട്ടുള്ള ചട്ടുകം. സോ ക്യൂട്ട്. അയ്യോ, നമ്മളുടെ ദോശ നല്ല മുരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് എടുത്ത് തുടങ്ങാം. മുരിയുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്രത്തോളം മുരിയണം എന്നുള്ള കാര്യം. പക്ഷെ ഇത്രയൊക്കെ മുരിയണം ആക്ച്വലി. ഇതുപോലെയാണ് ഇരിക്കുന്നത്. സോ the second dosha is also ready. ആഹാ, മനോഹരമായിരിക്കുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് ഒഴിക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം? മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ കൺസിസ്റ്റൻസി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ അത് ഇരിക്കുന്തോറും ഇങ്ങനെ കുറുകി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഉപ്പ് അതിനനുസരിച്ചിട്ട് ക്രമീകരിക്കും. അപ്പോൾ 3.5 കപ്പ് മുതൽ 4 കപ്പ് വെള്ളം വേണ്ടി വരും. കാര്യം ഇരിക്കുന്തോറും റവയാണ് കുറച്ചുകൂടി കുറുകാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറുകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂസ് കൺസിസ്റ്റൻസി. കൊടി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വിട്ട് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഓട്ടകളെല്ലാം വരണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആദ്യത്തെ അപ്പോൾ ഒരു ദോശ കഴിയുമ്പോൾ അടുത്ത ദോശ ഇടുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചൂട് ക്രമീകരിക്കുക. എന്നിട്ട് തീ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് എണ്ണ തടവിയിട്ട് മാവ് കോരി ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തീ കൂട്ടി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ മാവ് ഇങ്ങനെ വെന്ത് തുടങ്ങിയെന്ന് മനസ്സിലാവുമ്പോൾ അതേ നോക്കിയാൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ സൈഡ്സിലൂടെ ഇങ്ങനെ നെയ്യ് ഓടണം ദോശയുടെ എല്ലാ ഭാഗത്തും, അതിൻ്റെ ചുറ്റും ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉൾഭാഗത്തേക്ക്. നമ്മളെ കുതിപ്പിക്കുന്ന റവദോശയാണ്. റവദോശ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലേ? നമ്മളിങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ മസാല ദോശ, ഗീ റോസ്റ്റ്, പിന്നെ പിന്നെ ഒരു തേർഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ റവദോശയാണ്. റവദോശ ഇങ്ങനെ നെറ്റ് പോലെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ക്രിസ്പി മുരിഞ്ഞ് വരുന്ന നോക്കിയേ. ദോശ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നിയ ഏത് ഭാഗമാണ്? ഇപ്പോൾ ഒരു ഭാഗവും അങ്ങനെ കട്ടി കൂടുതലായിട്ട് തോന്നില്ല. അപ്പോൾ അത് തിന്നായി വന്നോളും, ഒരു കുഴപ്പമില്ല. ഓക്കെ, കറക്റ്റായിട്ട് ഇച്ചിരി കൂടെ നോക്കണം. അത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ദോശയും മൂന്നാമത്തെ ദോശയും മൊരിഞ്ഞ് തുടങ്ങി. ഇത് നോക്കി, സൈഡിൽ നിന്ന് ഇങ്ങനെ എളുപ്പത്തിന് വിട്ട് വരും കേട്ടോ, ഒരുപാടുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ദോശക്കല്ല് തന്നെ ആയിരിക്കണം നിർബന്ധമായിട്ടും, പുതിയ കല്ലായിരിക്കരുത്. ഇറ്റ്സ് സോ നൈസ്. അപ്പോൾ ഈ അളവിൽ നിന്നും ഏകദേശം ഒരു 8 റവദോശ ഉണ്ടാക്കാൻ പറ്റും. 8 ഓക്കെ, നോട്ട് ബാഡ് അല്ലേ? ഒരു 1/2 കപ്പ് റവയല്ലേ ഉള്ളൂ. 1/2 കപ്പ് റവ, 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദാമാവ്. എന്ത് ചിലവ് കുറവാണ്. പ്ലസ് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഒരു പേടിയാണ്, ഒരുപാട് പേർക്ക് പേടിയാണ് റവദോശ ഇങ്ങനെ ശരിയാകുമ്പോൾ ഇങ്ങനെ വിട്ട് വരുമ്പോൾ ഭയങ്കര പാടല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. വെള്ളം പോലെ ഇരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ആകട്ടെ, കഴിക്കണ്ടേ? അയ്യോ, കഴിക്കാൻ ഇങ്ങനെ അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. നിങ്ങളെയൊന്ന് കാണിച്ചു തരണ്ടേ? നല്ല ചൂടായിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതിനകത്ത് ചമ്മന്തിയും കൂടി എടുക്കട്ടെ. ഓ മൈ ഗോഡ്, കണ്ടോ എത്രത്തോളം ക്രിസ്പിയാണെന്ന്? നല്ല കരിപ്പാണ്. അത് ചമ്മന്തിയും കൂടി എടുത്തിട്ട് ഒരു പിടി പിടിക്കാം. അടിപൊളി, സൂപ്പർ. എനിക്ക് ശരിക്കും അല്ലെങ്കിൽ തന്നെ വലിയ ഇഷ്ടമാണ് റവദോശ. അപ്പോൾ ഇതിലിങ്ങനെ എന്താ ടേസ്റ്റ് അറിയാം. കഴിക്കുമ്പോൾ പച്ചമുളകും ജീരകം നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടും. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ജീരകം ഒഴിവാക്കുക. ഓക്കെ, ഇത് പക്ഷേ എനിക്കതൊരു നല്ല സ്വാദായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിനകത്ത് ഇഞ്ചിയൊക്കെ ചേർത്തില്ലേ,
പിന്നെ അണ്ടിപ്പരിപ്പ് കഴിക്കാൻ കിട്ടുന്നു. എക്സലൻറ്റ്. അപ്പോൾ ടേസ്റ്റിംഗ് കൊണ്ട് മാത്രം നിർത്താൻ തോന്നുന്നില്ല. ഒരു ഹോൾ ദോശ കഴിച്ചാൽ പറ്റുള്ളൂ, ആ ചൂട് നഷ്ടപ്പെടുന്നതിന്. അപ്പോൾ ഇത് ചൂടാണെങ്കിലും ചൂടല്ലെങ്കിലും ആ ക്രിസ്പിനെസ് ഉണ്ടാകും. പക്ഷേ ചൂടായിട്ട് കഴിക്കുമ്പോൾ ഏതാണ്ട് ഞാൻ പറയാം, ഞാനിപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ച് നേരമായില്ലേ, 4ാമത്താണ്. ഇപ്പോഴും ആ കരുവരുപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും ചൂടായിട്ട് കഴിക്കുക. അപ്പോൾ കഴിക്കാനുള്ള ആൾക്കാരെയൊക്കെ സൈഡിൽ കൊണ്ടിരുത്തുക. അമ്മമാരോ അച്ഛനോ മക്കളോ ആരാണോ ചുടുന്നത് അവരെ ചുട്ട് തുടങ്ങുക, ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഹോട്ടായിട്ട് കഴിക്കുമ്പോൾ ഈ ടൈപ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 എന്തായാലും മിനിമം കഴിച്ചിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും കഴിക്കാം. എന്തായാലും 8 എണ്ണം കിട്ടും. അപ്പോൾ ഒരു ഫാമിലിക്ക് ധാരാളം മതി. 2 വെച്ചാണെങ്കിൽ 4 പേരുള്ള ഫാമിലിക്ക് മോർ ദാൻ എനഫ്. അപ്പോൾ നമ്മുടെ റവ ദോശ മേക്കിംഗ് ഈസ് ഗോയിങ് ഓൺ, പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു 2 ദോശയ്ക്കും കൂടിയുള്ള മാവുണ്ട്. ഞാൻ ഉണ്ടാക്കി ഒരെണ്ണം മുഴുവൻ കഴിച്ച് തീർത്തു. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതും കൂടി ചെയ്ത് തീർത്തിട്ട് ഞാൻ താഴെ കൊണ്ട് കൊടുക്കുകയാണ് ചൂടോടുകൂടി. അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം 2-3 എണ്ണം കൂടെ ആകുമ്പോഴും ഇത് കുഴപ്പമില്ലാണ്ടിരിക്കും. ഓക്കെ, ഉണ്ടാക്കി തീർത്തിട്ട് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. താഴെ എല്ലാവരും ഉണ്ട്, വിഷ്ണുവാനും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ റവ ദോശ. എനിക്കിത് കാണിച്ചു തരണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് കറക്റ്റ് സമയം ഒത്തു വന്നതെന്ന് പറയാം. ഓക്കെ, എന്തായാലും സന്തോഷം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. ഓക്കെ, ഉണ്ടാക്കി നോക്കുക, ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന ഫീഡ്ബാക്ക്സ് തരാം. LN വ്ളോഗ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ കൊടുക്കുക. എല്ലാം ഞാൻ കാണുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ കമൻറ്റ്സ് ലൈക്കൊക്കെ ഇടുന്നുണ്ട്, ഹാർട്ട് ഇടാറുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ പറയേണ്ടത്, ഇനിയും നല്ല റെസിപ്പീസ്, നിങ്ങൾ ആവശ്യപ്പെട്ട റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്തു തരാം കേട്ടോ. എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ്, കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെയാണോ അത് ഞാനിങ്ങനെ സമയം ഉള്ളതുപോലെ പ്ലാൻ ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്താണ് ഇത്രയും സമയം നിങ്ങൾ മാറ്റി വെച്ചില്ലേ എനിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് എല്ലാം തരിക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. പിന്നെന്താണ്, ആദ്യമായിട്ടാണ് LN വ്ളോഗ്സ് എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ LN വ്ളോഗ്സ് എന്നുള്ള ബ്യൂട്ടിഫുൾ യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാകുക. നമ്മുടെ കുറേ നല്ല ആൾക്കാരുള്ളൊരു യൂട്യൂബ് ഫാമിലിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.